ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതുമയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ റിവ്യൂ ആണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, ഈ വാഹനം എന്ന് പറയുന്നത്, അഥവാ എൻ്റെ അടുത്തിരിക്കുന്ന ഈ വാഹനം എന്ന് പറയുന്നത് 2035 കമ്പനി ഇറക്കാൻ പോകുന്ന പുതിയൊരു വാഹനമാണ്. അപ്പോൾ നമ്മൾ കമ്പനിയിൽ നിന്നും അതിൻ്റെ ഒരു ഡെമോ പീസ് നമ്മൾ വാങ്ങിയിരിക്കുക എന്നാണ് നമുക്ക് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെ നമുക്ക് നോക്കാം. ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വാഹനത്തിന് 4 ടയർ ഉണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ വാഹനത്തിൻ്റെ ഈ 4 ടയറും റൗണ്ട് ഷേപ്പിലുള്ളതാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റ് വാഹനങ്ങളൊക്കെ ചതുരത്തിലാണ് ടയറുള്ളത്, ഇത് റൗണ്ടിലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി, ആ ഫ്യൂവൽ എഫിഷ്യൻസി എന്നൊക്കെ പറയുമ്പോൾ ഇംഗ്ലീഷിന് എന്തൊരു ബുദ്ധിമുട്ട്, ഒരു തൊണ്ടയിൽ കിച്ച്, അതായത് ഇന്ധനക്ഷമത കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പനി പറയുന്നത്. ഓക്കെ, പിന്നെ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വാഹനത്തിന് ഫ്രണ്ടിൽ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള മഴവെള്ളം ഉള്ളിലേക്ക് വരാതിരിക്കാനെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ കമ്പനി പറയുന്ന മറ്റൊരു കാര്യം ഈ വാഹനത്തിൻ്റെ ഡോറുകളെ കുറിച്ചാണ്. ഈ വാഹനത്തിന് പൊതുവെ 4 ഡോറുകളാണുള്ളത്. ഈ ഡോറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ തുറന്നാൽ മാത്രമേ അത് ഓപ്പൺ ആവുള്ളൂ, ക്ലോസ് ആയാൽ അത് അടിയും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, പിന്നെ ഈ വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വാഹനം ഡ്രൈവർ ഇല്ലെങ്കിൽ ഈ വാഹനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമുക്ക് പറയുന്ന കമ്പനി ഈ വാഹനത്തിൻ്റെ ഡിസൈൻ തന്നെയാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സൈഡ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, വളരെ അടിപൊളിയായിട്ട് എഞ്ചിനീയർമാർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു എയറോ ഡൈനാമിക് ആൻഡ് റൊമാൻറ്റിക് ആൻഡ് അലാസ്റ്റിക് ആൻഡ് ഇൻഡൂസിയാസ്റ്റിക് നോൺ സ്റ്റിക്ക് ഐഡിയയിലാണ് ഇതിൻ്റെ കമ്പനി ഇതിൻ്റെ സൈഡൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആർക്കും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു ക്യൂട്ട് ഡിസൈൻ എന്നൊക്കെ പറയാം. ഓക്കെ, ഇനി നമ്മൾ പിറകുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പിറകുവശത്ത് വന്നു കഴിഞ്ഞാൽ പിറകുവശത്ത് തന്നെ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതും തന്നെ പുറത്തു നിന്ന് നമുക്ക് മഴയുടെ വെള്ളം ഉള്ളിലേക്ക് വരാതിരിക്കാനും അത് വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്ത് ബാക്കിൽ ഈ ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സൈഡിലും അതുപോലെ തന്നെ ആ ഒരു നമുക്ക് നോക്കിയാൽ അത് കറക്റ്റായിട്ട് ഇങ്ങനെ നോക്കിയാൽ അതിൻ്റെ ആ ഒരു ഡിസൈൻ, ആ ക്യൂട്ട് ഡിസൈൻ നമുക്ക് കാണാൻ പറ്റും. ആ എയറോ ഡൈനാമിക്കും അലാസ്റ്റിക് ആൻഡ് നോൺ സ്റ്റിക്കും ഇൻഡൂസാസ്റ്റിക് സ്റ്റൈലാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് റൊമാൻറ്റിക്കാണ്. കണ്ടാൽ നമുക്ക് നല്ല തിരിച്ചറിയാം, നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നോക്കിയാൽ ശരിക്കും മനസ്സിലാവും കമ്പനിയുടെ എഞ്ചിനീയർമാർ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിന് നമുക്ക് 8-10 ആളുകൾക്ക് വേണമെങ്കിൽ എത്ര ആൾക്ക് വേണമെങ്കിൽ യാത്ര ചെയ്യാം. പക്ഷേ ഇൻഷുറൻസ് ഒന്നും കിട്ടൂല എന്ന് മാത്രം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊരു സ്റ്റിയറിംഗ് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ AC കൊടുത്തിട്ടുണ്ട്. ACയുടെ ഏറ്റവും വലിയ പ്രത്യേകത AC ഓൺ ചെയ്താൽ മാത്രമേ AC തണുപ്പ് വരുള്ളൂ. ഓഫാക്കി കഴിഞ്ഞാൽ ഒരു തണുപ്പും ഉണ്ടാവില്ല എന്ന് കമ്പനി ആദ്യം തന്നെ അവകാശപ്പെടുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊക്കെ ആകാംക്ഷയോടെ നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ് ഈ വാഹനത്തിന് എത്രത്തോളം ഇന്ധനക്ഷമത ഉണ്ട്, എത്ര ഇതിന് മൈലേജ് കിട്ടുന്നുള്ളത്. കമ്പനി പറയുന്നത് വളരെ കൃത്യമായിട്ട് കമ്പനി പറയുന്നുണ്ട്, 100 രൂപക്ക് നിങ്ങൾ എണ്ണ അടിച്ചു കഴിഞ്ഞാൽ ആ എണ്ണ തീരുന്നത് വരെ എനിക്ക് വണ്ടി ഓടാനാണ് പറഞ്ഞത്. അതിനിടയിൽ നിൽക്കൂല. ഒന്നത്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനി നമുക്ക് എണ്ണ തീരാതിരിക്കാനുള്ള അല്ലെങ്കിൽ പെട്രോൾ തീരാതിരിക്കാനുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഇറക്കത്തിലൊക്കെ നമ്മൾ ന്യൂട്രൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി എണ്ണ പോലും ചിലവാവില്ല. അത്രയും ഇന്ധനക്ഷമതയുള്ള വണ്ടിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രീ ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ www.2034car.com സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസിൻ്റെ റിവ്യൂ കിട്ടും. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. കമ്പനി പറയുന്ന വില എന്ന് പറയുന്നത് 000000000 എന്നാണ് ഇതിൻ്റെ റേറ്റ് പറയുന്നത്. ഇനി കമ്പനി പറയുന്നത് ടൈം ടു ടൈം ഞങ്ങൾ പുതിയ വില ഞങ്ങൾ അവർ ഡിക്ലെയർ ചെയ്യും, അന്നേരം വിലയിൽ മാറ്റം ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് പറയാവുന്ന മറ്റൊരു കാര്യങ്ങൾ. ഇനി എനിക്ക് അറിയാവുന്ന എല്ലാ കാര്യം ഞാൻ അതിൽ ഡിസ്കസ് ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത നമുക്ക് ആ കമ്പനി പറയുന്നത് ഇതിന് വൈപ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വെയിലുള്ള സമയത്ത് വെയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വൈപ്പർ ഉപയോഗിക്കാം. മഴയുള്ള സമയത്ത് ഒരിക്കലും വൈപ്പർ ഉപയോഗിക്കരുത്, കാരണം വൈപ്പർ മര്യാദക്ക് വർക്ക് ചെയ്യില്ല എന്നാണ് കമ്പനി പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വാഹനത്തിൻ്റെ അഥവാ 2038 ഇറങ്ങാൻ പോകുന്ന മറ്റൊരു പുതിയ വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് ഫീച്ചേഴ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.